പല കുഞ്ഞുങ്ങളോടുവേ അപ്പനും അമ്മയൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ട്. എടാ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് നിന്റെ ട്യൂഷന്റെ കാശ് കൊടുക്കുന്നത്, നിന്നെ ഇത്രയും നല്ല സ്കൂളിൽ വിടണത്, ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്, നിനക്ക് ഇവിടെ എന്താ ഞാൻ തരാതെ ഉള്ളത്, അവരെ നിനക്ക് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറണേ, എന്റെ കഷ്ടപ്പാട് നീ അറിയലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളാണ്. അവർക്ക് നിങ്ങളുടെ സ്ട്രെസ്സും ഇതൊന്നും അവർക്ക് അറിയില്ല. കാര്യം എന്താ, അവർക്കത് അറിയേണ്ട കാര്യവുമില്ല. കാരണം അത് നിങ്ങളുടെ മാത്രം ജീവിതമാണ്. പാവം കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ സ്ട്രെസ് കൊണ്ട് നിങ്ങൾ പറയുന്ന ആ മുറിവുള്ള വാക്കുകളില്ലേ, അത് അതുങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്നിട്ടേ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത തരത്തില് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മുറിവുകളില്ലേ, ഒരു ആണി ഇങ്ങനെ തറച്ച് കയറ്റിയിട്ട് ആ ആണി പറിച്ചെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിന്റെ മുറിവുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന എന്ത് സംഭവിക്കുന്നറിയാമോ, ആ കുഞ്ഞുങ്ങള് വലുതായി അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ജീവിതത്തോട് തന്നെ അവർക്ക് മടുപ്പായി പോകും. ഈ ജീവിതത്തോട് മടുപ്പുള്ള കുഞ്ഞുങ്ങള് കരിയറിൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുമോ, അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുമോ? അപ്പൊ ലക്ഷ്യങ്ങളൊക്കെ ഒരു കുഞ്ഞിന് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവനെ അവനായിട്ട് കാണാൻ, അവനെ കേൾക്കാൻ, അവന് വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു സമയം കൊടുക്കാനായിട്ട് പാരന്റ്സ് പഠിക്കണം. അല്ലാതെ കുഞ്ഞുങ്ങളുടെ മാർക്കിന്റെ പുറകെ പോയി അവർക്ക് കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് കണക്ക് പുസ്തകമായിട്ട് മക്കളെ വളർത്തിയ ആ കുഞ്ഞുങ്ങള് അറ്റൻഷൻ തേടിയിട്ട് ചിലപ്പോ ആരുടെങ്കിലുമൊക്കെ എടുത്ത് പോകും, ചിലപ്പോൾ മയക്കുമരുന്നിന് പോകും, ചിലപ്പോ ഈ പ്രേമത്തിൽ പെടും. ഇതൊക്കെ സംഭവിക്കും. കാര്യം എന്താ, അവർക്ക് വേണ്ടത് അവരെ മനസ്സിലാക്കണ, അവരെ കേൾക്കണ ഒരാളെയാണ്. അല്ലാതെ അവർക്ക് മെഴ്സിഡസ് ബെൻസോ, അവർക്ക് എന്താണ് വലിയ മണി മാളികയോ ഏറ്റവും വലിയ സ്കൂളിലെ പഠനം ഒന്നും അവർക്ക് ആവശ്യമില്ല. ആ കുഞ്ഞിനെ കുഞ്ഞായിട്ട് കാണണം, അവന്റെ സ്വന്തം അച്ഛനെയും അമ്മേനെ മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയ ലൈഫ് മാറും. കാര്യം എന്താ, 8 വയസ്സ് മുതൽ 18 വയസ്സുള്ള കുട്ടികളെ ഞാനിപ്പോ ഈ ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ എന്റെ ക്ലാസ് ആകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അത്രയും സ്നേഹത്തോടെ അവർ കാത്തിരിക്കും. ഒരു ദിവസം 1 മിനിറ്റ് ഒന്ന് വൈകാൻ പോലും അവർ സമ്മതിക്കാറില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത്, ഇന്നത്തെ കുഞ്ഞുങ്ങളെ അത്രയും മാലാഖമാരാണ്, നല്ല കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവരെ കാണുന്ന കാഴ്ച ഒന്ന് മാറ്റിയാലുണ്ടല്ലോ അവരുടെ ലൈഫ് മാറും, നിങ്ങളുടെ ലൈഫ് മാറും. കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താണെന്നറിയാമോ, ഇതൊരു ട്രൂ റിയാലിറ്റിയാണ്. അപ്പൊ അത് മറക്കാതെ നിങ്ങൾ എഗ്രി ചെയ്യണമെങ്കിൽ എഗ്രി എന്ന് പറയാ, ഡിസഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ വോയിസ് ആകാശത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് അങ്ങ് വരട്ടെ.